ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജനറൽ ഡിഫൻസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്നുള്ള ജനറൽ ഡിഫൻസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഒരു റെമഡി സീക്ക് ചെയ്തുകൊണ്ട് കോടതിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം കറക്റ്റാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ക്ലീൻ ഹാൻഡോട് കൂടിയിട്ടാണ് കോടതിയുടെ മുൻപാകെ റെമഡി ചോദിച്ചുകൊണ്ട് ചെന്നിട്ടുള്ളത് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. എക്സ്റ്റർപി കോസ നോൺ ഒറിറ്റർ ആക്ഷോ എന്നൊരു ലീഗൽ മാക്സിം ഉണ്ട്. ഈ മാക്സിം മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഫ്രം ആൻ ഇമ്മോറൽ കോസ് നോ ആക്ഷൻ അറൈസസ് എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി നിയമവിരുദ്ധമായിട്ടാണ് ഓൾറെഡി ആക്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ലേറ്റർ ഓൺ അയാൾക്ക് പ്രത്യേകിച്ച് വല്ല ഡാമേജസോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഇഞ്ചുറിയുടെ മുകളിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അയാൾ ഓൾറെഡി ഇമ്മോറലിയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിഫൻസിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻറ്റിഫ് ഓൾറെഡി നിയമവിരുദ്ധമായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പിന്നെ അയാൾക്ക് സംഭവിക്കുന്ന ഇഞ്ചുറിയുടെ മുകളിലൊന്നും അയാൾക്ക് ഡിഫൻഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡാമേജസ് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത് പരാതിക്കാരനാണ്. സോ ഈ പരാതിക്കാരൻ ഓൾറെഡി നിയമവിരുദ്ധമായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾക്ക് പിന്നെ ഡിഫൻഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് റെമഡി അല്ലെങ്കിൽ ഡാമേജസ് ഒന്നും സീക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഒരു ഡിഫൻസിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. പിറ്റ്സ് വേഴ്സസ് ഹൺ എന്നുള്ള ഒരു കേസ് ലോ ഉണ്ട്. ആ കേസ് ലോയിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ 18 വയസ്സുള്ള ഒരു റൈഡർ ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു, 16 വയസ്സുള്ള അയാളുടെ ഒരു സുഹൃത്തിനെ മദ്യപിച്ച് വേഗത്തിൽ വാഹനം ഓടിക്കാൻ പ്രേരിപ്പിച്ചു. എന്നിട്ട് അങ്ങനെ അവർ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ആ മോട്ടോർ സൈക്കിള് ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. ആ ആക്സിഡൻറ്റിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്ന ആ 16 വയസ്സുകാരൻ അപ്പോൾ തന്നെ മരണമടഞ്ഞു. ആൻഡ് ആ പിൻ സീറ്റിൽ ഇരുന്നിട്ടുള്ള വ്യക്തിക്ക് നല്ല ഒരു സീരിയസ് ഇഞ്ചുറിയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി ഓടിച്ചിട്ടുള്ള വ്യക്തിക്ക് മരണം സംഭവിച്ചു, ആ പിൻ സീറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു, മരിച്ച വ്യക്തിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ കേസിൽ അവരുടെ പ്ലേ റിജക്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്ലെയിൻറ്റിഫ് തന്നെ റോങ് ഡൂവർ ആണ്. കാരണം പ്ലെയിൻറ്റിഫാണ് ഇവിടെ ആ 16 വയസ്സുള്ള ആ കുട്ടീനെ മദ്യപിച്ച് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഇവിടെ പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്ന ഗ്രൗണ്ടിൽ ആ ഒരു കോമ്പൻസേഷൻ നിരസിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്നുള്ള ഡിഫൻസിനെ കുറിച്ചിട്ടാണ്. അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ആ ഒരു പരിക്കിനെയാണ് നമ്മൾ ആക്സിഡന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഡിഫൻഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേണ്ട വിധത്തിലുള്ള എല്ലാ കരുതലും എല്ലാ മുൻകരുതലുകളും ഒക്കെ സ്വീകരിച്ചിട്ടും, അതായത് അയാൾ വേണ്ട വിധത്തിലുള്ള എല്ലാ പ്രിക്കോഷൻസും റെമഡീസും ഒക്കെ എടുത്തിട്ടും അയാൾക്ക് ഒരു പർട്ടിക്കുലർ അപകടം തടയാനോ ഒഴിവാക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്നുള്ളത്. അതായത് അയാളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നിട്ടും അയാൾക്ക് ആ ഒരു പർട്ടിക്കുലർ ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കതിനെ ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്ന് പറയാം. സോ എല്ലാ മുൻകരുതലുകളും എടുത്തതിന് ശേഷവും ആ ഒരു ഡിഫൻഡന്റിന് ഒരു പരിക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ല ആൻഡ് അയാൾക്ക് പ്രത്യേകിച്ച് പ്ലെയിൻറ്റിഫിനെ ദ്രോഹിക്കാൻ ഉദ്ദേശം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനും കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്നുള്ളത് നല്ലൊരു ഡിഫൻസായിട്ട് നമ്മുടെ ഡിഫൻഡന്റിന് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇവിടെ 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻഡന്റ് മാക്സിമം എല്ലാ ഡ്യൂ കെയറും പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടായിരിക്കണം, എന്നിട്ടും അയാൾക്ക് ആ ആക്സിഡന്റ് തടയാൻ കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കണം. 2 എന്ന് പറയുന്നത് അയാൾക്ക് പ്ലെയിൻറ്റിഫിനെ ദ്രോഹിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവും ഉണ്ടായിരിക്കരുത്. ഈ 2 ഇൻഗ്രീഡിയൻറ്റും പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റിന് ഇന്നെവിറ്റബിൾ
ആക്സിഡന്റ് എന്നുള്ള ഡിഫൻസ് നമ്മുടെ പ്ലെയിൻറ്റിഫിനെതിരായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഹോംസ് വേഴ്സസ് മാത്തർ എന്നുള്ള ഒരു കേസ് ലോ ഉണ്ട്. The defendant's horse was being driven by his servant. അതായത് നമ്മുടെ ഡിഫൻഡന്റിന്റെ കുതിരേനെ അയാളുടെ സെർവന്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. Due to the barking of dogs, the horse became unmanageable and started to bolt. അതായത് അങ്ങനെ ഈ ഡിഫൻഡന്റിന്റെ സെർവന്റ് ആ കുതിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പട്ടികൾ നിർത്താണ്ട് കുരയ്ക്കാൻ തുടങ്ങി. സോ ആ പട്ടികളിൽ നിർത്താണ്ടുള്ള കുര കേട്ട സമയത്ത് നമ്മുടെ കുതിര എന്ത് ചെയ്തു? കുതിരേനെ നമ്മുടെ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഓടാൻ തുടങ്ങി. അതായത് ബോൾട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റണ്ണിങ് അവേ വിത്തൗട്ട് കൺട്രോൾ. അതായത് അത് പേടിച്ചത് കൊണ്ടായിരിക്കാം. പട്ടിയുടെ കുരയ്ക്കൽ കേട്ടപ്പോൾ ആ കുതിര നിർത്താണ്ട് ഓടാൻ തുടങ്ങി. ആൻഡ് അത് നമ്മുടെ സെർവന്റിന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇൻ സ്പൈറ്റ് ഓഫ് എവറി എഫേർട്ട് ഓഫ് ദ ഡ്രൈവർ ദ ഹോഴ്സ് നോക്ക് ഡൗൺ ദ പ്ലെയിൻറ്റിഫ്. നമ്മുടെ സെർവന്റ് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുതിരയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അത് പ്ലെയിൻറ്റിഫിനെ ഇടിച്ചിട്ടു. അതായത് കുതിര പ്ലെയിൻറ്റിഫിനെ തട്ടിയിട്ടു. This makes it a case of an inevitable accident and the defendants were held not liable for the incident. ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഡിഫൻഡന്റിന് ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്നുള്ള ഡിഫൻസ് എടുക്കാവുന്നതാണ്. കാരണം എന്താണ്? നമ്മുടെ സെർവന്റ് മാക്സിമം ആ കുതിരേനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് പ്ലെയിൻറ്റിഫിനെ പോയിട്ട് ഇടിക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ ഡിഫൻഡൻസ് ലയബിളും ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.